മധ്യപ്രദേശ് ജബൽപൂരിലെ ഇസാഫ് ബാങ്കിൽ പട്ടാപ്പകൽ വൻ കവർച്ച. അഞ്ചംഗ സംഘം തോക്കുചൂണ്ടി 15 കിലോ സ്വർണവും 5 ലക്ഷം രൂപയും കൊള്ളയടിച്ചു. വെറും 18 മിനിറ്റ് കൊണ്ടാണ് കൊള്ള നടത്തി മോഷ്ടാക്കൾ കടന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജബൽപൂരിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള കിത്തോലയിലെ ഇസാഫ് ബാങ്ക് ശാഖയിലാണ് തിങ്കളാഴ്ച പട്ടാപ്പകൽ കവർച്ച നടന്നത്. ആയുധധാരികളായ സംഘം ബാങ്കിലെ ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം ലോക്കറിലുണ്ടായിരുന്ന 15 കിലോയോളം സ്വർണവും 5 ലക്ഷം രൂപയും കൊള്ളയടിച്ചു. 14 കോടി രൂപയിലധികം വിലമതിക്കുന്നതാണ് സ്വർണമെന്ന് അധികൃതർ പറഞ്ഞു. ബൈക്കിലെത്തിയ കവർച്ചാ സംഘം ഹെൽമറ്റ് ധരിച്ച് മുഖമറച്ചാണ് ബാങ്കിനുള്ളിൽ കയറിയത്. സംഘത്തിൽ 5 പേരുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ 2 പേർ പുറത്ത് കാത്തുനിന്നു. 3 പേർ അകത്ത് കയറുന്നത് ബാങ്കിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അകത്ത് കയറിയ കൊള്ളക്കാർ ജീവനക്കാരെ കുറച്ചുനേരം നിരീക്ഷിച്ച ശേഷമാണ് തോക്ക് പുറത്തെടുത്ത് ഭീഷണിപ്പെടുത്തിയത്. പിന്നീട് ജീവനക്കാരുടെ കയ്യിൽ നിന്നും ലോക്കറുകളുടെ താക്കോൽ വാങ്ങിയെടുത്ത ശേഷം ലോക്കറുകളിൽ സൂക്ഷിച്ച മുഴുവൻ സ്വർണവും പണവും ബാഗുകളിലാക്കി ഇവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. 8:50 ബാങ്കിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാക്കൾ 9:08 ബാങ്കിൽ നിന്ന് പുറത്തു കടന്നു. കൃത്യമായി പറഞ്ഞാൽ 18 മിനിറ്റിൽ കവർച്ച നടത്തി കൊള്ളസംഘം രക്ഷപ്പെട്ടു. കവർച്ച നടന്ന സമയം മാനേജർ അടക്കം 6 ജീവനക്കാർ ബാങ്കിലുണ്ടായിരുന്നു. സാധാരണയായി ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ 10:00-ക്കാണ്. എന്നാൽ ഉത്സവ സീസൺ ആയതിനാൽ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു. 8 മണിക്ക് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കൊള്ളസംഘം എത്തിയ സമയത്ത് ബാങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. വെടിവെച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ കവർച്ച നടത്തിയതെന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. കവർച്ച നടന്ന് 45 മിനിറ്റ് കഴിഞ്ഞാണ് ബാങ്ക് അധികൃതർ പോലീസിനെ വിവരമറിയിക്കുന്നത്. आज सुबह 9 बजे करीब 5 लोग हेलमेट पहनकर अंदर आए और बैंक कर्मचारियों से लाकर की चाबी लेकर लाकर में रखे हुए लगभग 14 किलो 875 ग्राम सोना और 5 लाख रुपए लगभग नगद ये लूट ले गए हैं. इसमें FIR दर्ज कर ली गई है. इसमें तत्काल पुलिस टीमें लगी गई हैं, क्राइम के लोग लगे हुए हैं और इसमें बहुत सारे बिंदुओं पे काम चल रहा है. कुछ CCTV फुटेज मिले हैं, बहुत सारे हमें क्लू मिले हैं जिस पर काम चल रहा है और जल्द ही से प्रकरण का हम पटाक्षेप करेंगे. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായി ജില്ലാ അതിർത്തികളിലടക്കം പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. മോഷ്ടാക്കൾക്ക് ബാങ്കിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നതായും ബാങ്കിലെ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ബാങ്കിലെയും സമീപ പ്രദേശത്തെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് നിലവിൽ പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.